എന്ന് പറയും, ഈ ജാതി പരിപാടിയൊക്കെ ഇവിടെ വരണ്ടാന്ന് പറയും. ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ബിസിനസ്സിനെ റിജക്ട് ചെയ്യുന്നതെന്നുള്ള ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതെന്നറിയോ, ഈ ബിസിനസ്സിലൂടെ ജീവിതത്തിൽ വിജയിച്ചു മുന്നേറാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആൾക്കാർ റിജക്ട് ചെയ്യും. ഈ ബിസിനസ്സിലൂടെ സമ്പാദിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആൾക്കാർ റിജക്ട് ചെയ്യും. കുറ്റം പറയും. മോദിക്കറിന് ഇല്ല. മോദിക്കർ ബിസിനസ്സിലൂടെ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആളുകളെ ചേർക്കണോ അതവർ ചെയ്യും. തെളിയിച്ച് കാണിച്ചപ്പോൾ ഈ ചേർക്കാൻ നടക്കണം. അതാണ് ഞാൻ അന്ന് ചിന്തിച്ചത്. മനസ്സിലാണല്ലോ. എന്റെ നാട്ടില് ഈ ബിസിനസ്സിലൂടെ ജീവിതത്തിൽ വിജയിച്ചു മുന്നേറിയ ഒരാളില്ലായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർ ഈ ബിസിനസ്സിൽ എതിർക്കുന്നത്. മോദിക്കൽ ബിസിനസ്സിലൂടെ സ്വന്തമായിട്ട് ഒരു വീട് വെച്ച ഒരാളില്ലായിരുന്നു. മോദിക്കൽ ബിസിനസ്സിലൂടെ വിജയിക്കാൻ പറ്റുന്നതിനുള്ള തെളിവായി കാണിക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ ആ ആള് ഞാനെന്തായാൽ പോലെ ഇന്നത് പറഞ്ഞ് ബുദ്ധിമുട്ടണം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ശക്തമായിട്ടുള്ള തീരുമാനം എടുത്തത്. മോദിക്കൽ ബിസിനസ്സിലൂടെ 1 ലക്ഷം രൂപ വാങ്ങാൻ പറ്റുന്ന പറയല്ല, തെളിയിച്ച് കാണിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. മോദിക്കൽ ഞാൻ ബിസിനസ് തുടങ്ങുന്നത് വാടക വീട്ടിൽ നിന്നാണ്. സ്വന്തമായിട്ടൊരു വീട് വാങ്ങി നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ബിസിനസ്സിലൂടെ ഈ മോദിക്കൽ ബിസിനസ്സിലൂടെ സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച് കാണിക്കുന്ന ആളായിട്ട് ഞാൻ മാറണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളുടെ മുന്നിൽ വിജയിച്ച് നിൽക്കാൻ സാധിച്ചത്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ പറയല്ല വേണ്ടത്, ചെയ്ത് കാണിക്കണം. അപ്പൊ 2018 ജനുവരി മാസത്തിൽ 94,500 രൂപ വരുമാനത്തിലെത്താൻ സാധിച്ചു. 2020 നമ്മള് സ്വന്തം വീട്ടിലേക്ക് മോദിക്കൽ ബിസിനസ്സിലൂടെ പർച്ചേസ് ചെയ്ത 35 ലക്ഷം രൂപ വീട്ടിലേക്ക് താമസം മാറി. അതിനുശേഷം വീണ്ടും അവിടെ 2 വർഷമാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്ന് നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറി 2 വർഷമായി. ആ വീടിന്റെ വില 1 കോടി രൂപയാണ്. ഈ ബിസിനസ്സിലൂടെ നേടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നന്നായോ? ആദ്യമായിട്ട് വന്ന ആൾക്കാരോട്